ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ? ഞാൻ എല്ലാ ദിവസവും ചോദ്യം ചോദിക്കുമ്പോൾ സത്യത്തിൽ നിങ്ങൾക്ക് ബോറടിക്കുന്നില്ലേ? പക്ഷേ ഈ ചോദ്യം ചോദിക്കാനൊരു കാരണമുണ്ട്. കാരണം സമാധാനവും ഭക്ഷണവും അതാണ് ഒരു വ്യക്തിക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ടുന്ന രണ്ട് കാര്യം. അത് രണ്ടും നിങ്ങൾക്ക് കിട്ടി എന്നുള്ളത് അറിയുമ്പോൾ നമുക്കൊരു സന്തോഷം അല്ലേ? അപ്പോൾ സമാധാനം ഉണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ഭക്ഷണം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ ജീവിച്ചു പോവാം. ഒരുപാട് ഭക്ഷണം ഉണ്ടായിട്ടും ഒട്ടും സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്ത ഒരു ജീവിതമാണെങ്കിൽ നമുക്കതൊന്നും കഴിക്കാൻ തോന്നില്ല. അതുപോലെ തന്നെ സമാധാനമുണ്ട്, പക്ഷേ ആവശ്യത്തിന് ഭക്ഷണം ഇല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ജീവിക്കാനും പറ്റില്ല. അപ്പോൾ ഇത് രണ്ടും നമ്മൾ മനുഷ്യർക്ക് അത്യാവശ്യമാണല്ലേ? അപ്പോൾ നമുക്കറിയാം, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും യുദ്ധവും മറ്റു പല അപകടങ്ങളും പ്രശ്നങ്ങളും കൊണ്ട് ആളുകൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അല്ലേ? ഒരു നേരത്തെ ഭക്ഷണം, വെള്ളം, അതുപോലെ തന്നെ സ്വസ്ഥത, സുഖം, സമാധാനം ഇതൊക്കെ നഷ്ടപ്പെട്ടിട്ട് പല രാജ്യങ്ങളിലും ഒരുപാട് കുട്ടികൾ അല്ലേ ഓരോ ദിവസം കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് എല്ലാവർക്കും സമാധാനം നൽകണേ ഭഗവാനെ, ആരും പട്ടിണി കിടക്കരുതേ ഭഗവാനെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം അല്ലേ? നമുക്കറിയാം, ഇന്ന് യേശുദേവൻ പിറക്കാൻ പോവുകയാണല്ലേ? പിറക്കാൻ പോകുന്ന ദിവസമാണ്, നാളെ ക്രിസ്മസ് ആണ്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ലോകസമാധാനത്തിന് വേണ്ടിയിട്ട് ഭൂമിയിലേക്ക് പിറന്ന ആ ഒരു മഹാൻ വ്യക്തിയെ നമുക്ക് ഈ സമയത്ത് ഓർമ്മിക്കാം അല്ലേ? അപ്പം നമുക്കൊരു പാട്ട് പാടിയാലോ? കാലിത്തൊഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ, കാലിത്തൊഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ, കരളിലെ ചോരയാൽ പാരിൻ്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞവനേ, കരളിലെ ചോരയാൽ പാരിൻ്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞവനേ, അടിയങ്ങൾ നിന്നാമം വാഴ്ത്തിടുന്നു, ഹല്ലേലൂയ ഹല്ലേലൂയ, അടിയങ്ങൾ നിന്നാമം വാഴ്ത്തിടുന്നു, ഹല്ലേലൂയ ഹല്ലേലൂയ, കാലിത്തൊഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.